ഇതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നീ ഇവിടെ എന്തോ ആലോചനയിലാണെന്ന് തോന്നി. എങ്കിൽ പിന്നെ കോഫി കുടിച്ച് ആലോചിച്ചോട്ടെ എന്ന് കരുതി. ദാ എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഭൂമിയുടെ അമ്മയുടെ കേസിന്റെ കാര്യ അത് എനിക്ക് ഏറ്റെടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സ് പറയുന്നു. കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ വാദിച്ച് ജയിക്കാൻ പറ്റുന്നൊരു ചിന്ത. അല്ലെങ്കിൽ പിന്നെ സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും എവിഡൻസിന്റെ സപ്പോർട്ട് വേണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതുവരെ ഒന്നുമില്ല. ഞാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ ദൈവത്തിന്റെ വിരലടയാളം എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവ്. അതില്ലാതെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ലടാ. അല്ലെങ്കിൽ പിന്നെ നല്ലതുപോലെ ക്യാഷ് ഇറക്കി ആടിനെ പട്ടിയാക്കുന്ന ഒടിവിദ്യ അറിയാവുന്ന ഏതെങ്കിലും ഒരു വക്കീലിനെ ഇറക്കണം. ഭൂമിക്ക് അതിനുള്ള നിവൃത്തിയില്ലല്ലോ. അതെന്തായാലും ഇല്ല. ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങൾ. ആലോചിച്ച മനുഷ്യർക്ക് ആർക്കും യഥാർത്ഥത്തിൽ സമാധാനമില്ല, അല്ലടാ? എന്തു പറ്റി? ഒരു ഫിലോസഫി. നിനക്കെന്താടോ ഒരു സമാധാനക്കേട്? തുറന്നു പറയടാ. വേറെന്താ, അവള് തന്നെ, അഞ്ജന. എടാ, ഓരോ ദിവസവും അവൾ എന്തെങ്കിലും ഒരു വേഷം കെട്ടിലോട്ട് വരും. എനിക്കെന്റെ ക്ഷമ കത്തിത്തീർന്നുകൊണ്ടിരിക്കുന്ന അറിയാം. എടാ, നിനക്കെന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? ഈ കാര്യത്തിൽ ഞാനെന്ത് ഹെൽപ്പ് ചെയ്യാനാടാ? നീ അവരോട് രണ്ടുപേരോടും സംസാരിക്കണം. ആരോട്? ആൻറ്റിയോട്, അഞ്ജനയോടോ? ആ, അതെ. നീ ഒരു വക്കീലല്ലേ? ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ വലിയ നരകമില്ലാന്ന് നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. റിസ്ക് ആണ്, പക്ഷെ ഞാൻ ശ്രമിക്കാം. താങ്ക്സ് ഡാ, താങ്ക്സ് അലോട്ട്. ഞാൻ എത്ര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എന്ന് നിനക്കറിയോ? എടാ, ഇന്നത്തെ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഈ ദിവസമായിരുന്നു ഞാൻ നയനയുടെ വിരലിൽ മോതിരം അണിയിച്ചത്. നീ ഓരോന്നോർത്ത് വിഷമിക്കാതെ. നിന്റെ ഭ്രാന്തിന്റെ രൂപം ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ? ഇതെന്ത് വട്ടാടാ! പള്ളി അങ്കണത്തില് വിവാഹ ഡ്രസ്സിൽ എന്നെ കാണുന്നുള്ളൊരു ഭ്രാന്തൻ ചിന്ത. സാധാരണ എന്നെ പോലുള്ള കവികൾക്കും കഥാകൃത്തിനും ഒക്കെയാ ഇത്തരം കാടൻ ചിന്ത. എനിക്ക് ഭ്രാന്ത് തന്നെയാ, നിന്നോടുള്ള ഇഷ്ടത്തിന്റെ മുഴുത്ത ഭ്രാന്ത്. ഇതിന്റെ പേരിൽ നീ എന്നെ കൊണ്ടുപോയി ചികിത്സിക്കരുത്. എന്റെ രോഗം ഭേദമാക്കരുത്. നിന്നോടൊപ്പം ഭ്രാന്തമായിട്ട് അലയണം. പ്രണയമഴ പെയ്യണം. മതി, നിർത്തടാ. ധാരാളായി. എന്തിനാ സ്നേഹത്തിന് ഇത്രയധികം ധാരാളിത്തം?
ഒരു ക്രിസ്ത്യാനിയായ പെണ്ണിനെ എല്ലാവിധ വ്യക്തിമത സ്വാതന്ത്ര്യങ്ങളും നൽകി ഹിന്ദുവിന്റെ വിശ്വാസപ്രകാരം ഗാന്ധർവ വിവാഹം ചെയ്യുകയാണ്. ഒരു മിനിറ്റ് ചേട്ടാ, സാറുണ്ട്. മോള് പോയിട്ടാ? ആരാ? ധർമ്മം ചോദിച്ചു വന്നതാണ് സർ. നിൽക്ക്, ദാ വരുന്നു. ദാ ഭൂമിജ, തിരിച്ചറിഞ്ഞല്ലോ. ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് മൈ ഫേവറേറ്റ് സ്റ്റുഡന്റ്? എന്നെ പറ്റിക്കായിരുന്നില്ലേ? പണ്ടേ നിന്റെ ക്യാരക്ടർ ഇങ്ങനെയാ. വാ. എത്ര വർഷമായി ഭൂമിജ നിന്നെ കണ്ടിട്ട്? നിന്നെക്കുറിച്ച് ഇടയ്ക്കൊക്കെ ആലോചിക്കും. പക്ഷേ ഈ വാതിൽ കടന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇരിക്കെ. ഇരിക്കുന്നേ. ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാ. ഒരാള് പഠനം പൂർത്തിയാക്കാൻ 10-15 വർഷം എടുക്കും. ഇതിനിടെ എത്ര അധ്യാപകരെ കണ്ടുപോകുന്നു. അതിലെത്ര പേര് മനസ്സിൽ നിൽക്കും? അപൂർവം ചിലര്. അതില് ഞാൻ ഫസ്റ്റ് റാങ്ക് തരുന്നത് സാറിന്. എല്ലാ സ്റ്റുഡൻസിനും എന്നെ ഭയമായിരുന്നു. പക്ഷേ നീ മാത്രം അനുവാദം ചോദിക്കാതെ എൻ്റെ ഓഫീസിലേക്ക് വരുമായിരുന്നു. അതെനിക്ക് ഇഷ്ടമായിരുന്നു. സാറേ, എന്നെ ശകാരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ശകാരിച്ച സാറ് അന്ന് എനിക്കൊരു ചായ വാങ്ങിച്ചു തരും. എങ്കിൽ ഇപ്പൊ ഞാനൊരു ചായ ഇടാം. അത് വേണ്ട, ഞാനിടാം. ആയിക്കോട്ടെ, വാ വാ. ഒരിക്കൽ എന്റെ അന്നത്തെ ക്വാർട്ടേഴ്സിൽ വന്നൊരു ചായ ഉണ്ടാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് പറ്റാത്തത് കൊണ്ടാണല്ലോ ഞാനിപ്പോ ഇവിടെ വന്നത്. നിന്നെ കുറിച്ചുള്ള ഒപ്പീനിയൻ ഞാൻ എന്നും പറയാറുണ്ട്. യു നെവർ ലുക്ക്ഡ് അറ്റ് ദിസ് ക്രൈം, യു ആർ ഓൾവേസ് ലുക്ക്ഡ് ബിയോണ്ട് ദ ക്രൈം. അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് പ്രത്യേക വാത്സല്യം തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ബാക്കി കുട്ടികൾ നിന്നെ അസൂയയോടെ നോക്കിയിരുന്നത്. നിന്നെപ്പോലെ ചിന്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്താ ഇത്? മാജിക്. ഇങ്ങനെയും ചായ ഉണ്ടാക്കുമോ? ഇരിക്കെ. ഇപ്പൊ ഇത് എന്റെ തൊഴിലാണ് സർ. എന്താ ഭൂമിജ? അധ്യാപകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് പഠിച്ച പേപ്പറിലെ മാർക്കിലെ ഉയരാൻ കഴിയൂ. പെട്ടെന്ന് ജീവിതത്തിലെ ഭാരം തലയിൽ വരുമ്പോ മുന്നിലെ മാർഗം എന്തായാലും അത് സ്വീകരിക്കണം. പക്ഷേ അപ്പൊ അത് പ്രതീക്ഷിച്ചതുപോലെ ആവണമെന്നില്ല. എന്തായാലും ആ ജോലി ഞാൻ ആസ്വദിച്ച് ചെയ്യാണ്. ഞാനിപ്പോ
സാറ് പഠിപ്പിച്ച ആ ക്രിമിനോളജി വിദ്യാർത്ഥിയല്ല. ജീവിതം പഠിക്കുക. ഒരു അധ്യായവും എൻ്റെ പ്രതീക്ഷയ്ക്കൊപ്പമല്ല. എന്നെ കൊണ്ടുപോകുന്ന ഇടത്തേക്ക് ഞാൻ സഞ്ചരിക്കുകയാണ്. എടുത്ത പൊങ്ങത്ത അത്രയും ഭാരം എൻ്റെ തലയിലെടുത്ത് വെച്ചിട്ടുണ്ട് ദൈവം. അപ്പോ എന്റെ ഭൂമി എന്നെ വെറുതെ കാണാൻ വന്നതല്ല, അത് നിന്റെ കണ്ണുകൾ പറയുന്നുണ്ട്. ഞാനൊരു ഒപ്പീനിയൻ ചോദിക്കാൻ വന്നതാ. ഇതൊരു കേസ് ഫയലാ, ഞാനുണ്ടാക്കിയതാ. എന്താ കേസിന്റെ നേച്ചർ? കൊലപാതകം. കൊല ചെയ്യപ്പെട്ടത് എൻ്റെ അച്ഛൻ. കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തത് എൻ്റെ അമ്മയെ. എന്തായി? വരട്ടെ. വരുന്നുണ്ട്. മാറിയ അങ്ങോട്ട് മാറിയ. ഓക്കെ. നീ വിളിച്ചൊന്ന് അഞ്ജന പറഞ്ഞു. ഉവ്, നിങ്ങൾ രണ്ടുപേരോട് മാത്രമായി ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ആൻറ്റി ഇരിക്കെ, സമാധാനമായിട്ട് സംസാരിക്കാം. പറ, എന്താ കാര്യം? അത് അഞ്ജനയുടെ അജയുടെയും വിവാഹകാര്യമാണ്. വിവാഹമൊക്കെ മുൻപേ തീരുമാനിച്ചല്ലേ, അതിനെക്കുറിച്ച് ഇനി എന്താ സംസാരിക്കാനുള്ളേ? ആൻറ്റി, ഈ വിവാഹം നടക്കില്ല. നിങ്ങളായിട്ട് ഇത് നടത്താൻ ഇറങ്ങി പുറപ്പെടരുത്. മാന്യമായി പിന്മാറണം. ഇത് പറയാൻ നീ ആരാ? ഇവിടെ കുടുംബത്തിലെ കാര്യങ്ങൾ കുടുംബക്കാർ തീരുമാനിക്കും. അജയെ വട്ടവിട്ട് നടക്കാൻ വന്നവൻ അത് ചെയ്തേച്ചാ മതി. സൗഭാഗ്യപുരത്തിലെ കുടുംബകാര്യങ്ങളിൽ തലയിടാൻ വരണ്ട. ആൻറ്റി, നിങ്ങൾ ക്ഷോഭിക്കാതെ സമാധാനമായിട്ട് കാര്യങ്ങൾ ആലോചിച്ച് നോക്ക്. അജയുടെ മനസ്സറിയാവുന്ന ഒരു നല്ല ഫ്രണ്ട് എന്ന നിലയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്. അവൻ ഈ വിവാഹത്തിന് തീരെ താല്പര്യമില്ല, അത് നിങ്ങൾക്കും അറിയാം. അറിഞ്ഞുകൊണ്ട് മനസ്സില്ലാത്ത ഒരുത്തന്റെ കയ്യിൽ അഞ്ജനയുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ എന്തർത്ഥം ഉള്ളത്? പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്തവർ ഒരുമിച്ച് ഒരു റൂഫിന്റെ കീഴിൽ താമസിക്കുന്നതിനേക്കാൾ വലിയ എന്ത് നരകാ ഉള്ളത്? അജയെ എനിക്ക് ഇഷ്ടമാണ്, അത് മാത്രമേ ഞാനിപ്പോ നോക്കുന്നുള്ളൂ. അതാണോ ശരി? അഞ്ജന എഡ്യൂക്കേറ്റഡ് ആയ ഒരു കുട്ടിയല്ലേ? ഇഷ്ടമില്ലാത്ത ഒരാളുടെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി ചെല്ലുന്നതിൽ ഒരു ലജ്ജയും തോന്നില്ലേ? നീ ആരാടാ ഇതൊക്കെ ചോദിക്കാൻ? പറഞ്ഞല്ലോ, ഫ്രണ്ട്. ഒരു ഫ്രണ്ട്. എന്നിട്ട് ഈ ഫ്രണ്ട് ചെയ്ത കാര്യോ? പെങ്ങളെ അഴിഞ്ഞാടാൻ വിട്ട് കൂട്ടുകാരനെ വലവീശി പിടിക്കൽ. കഴിഞ്ഞ കഥകളൊന്നും ഞങ്ങൾക്കാർക്കും അറിയില്ലെന്നാണോ വിചാരം? തന്റെ പെങ്ങൾ അഴിഞ്ഞാടി നടന്ന കഥകളെല്ലാം ഇവിടെ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കഥകളൊന്നും ഞങ്ങൾക്കാർക്കും അറിയില്ലെന്നാണോ വിചാരം? തന്റെ പെങ്ങൾ അഴിഞ്ഞാടി നടന്ന കഥകളെല്ലാം ഇവിടെ എല്ലാവർക്കും അറിയാം. അത് അജയുടെ കൂടെ മാത്രമായിരുന്നോന്നാണ് ഞങ്ങൾക്കൊരു സംശയം. ഇതേ സൗഭാഗ്യപുരം ഫാമിലിയാ. ഈ കുടുംബത്തിന് ഒരു പ്രതാപമുണ്ട്. അത് അന്യജാതിപ്പെട്ട അലവലാതി പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് കളയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്താണ് നീ പറഞ്ഞേ? ആരെക്കുറിച്ചാണ് അപവാദം പറഞ്ഞെന്നറിയോ? എന്റെ പെണ്ണിനെ കുറിച്ച് അടിച്ചു ഞാൻ നിന്റെ പല്ല് തെറിപ്പിക്കും. അന്തസ്സ് കേട്ടോളെ. അജയ് വേണ്ട. അജയ് വെട്ടുകളാ. ഇവരുടെ സംസ്കാരം അത്രയേ ഉള്ളൂ. അമ്മയും മോളും മനസ്സിൽ കുറിച്ചു വെച്ചോ, ഒരു കാരണവശാലും
ഈ വിവാഹം നടക്കില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഹേയ്, നീ വന്നേ, വരാൻ വാ, വാ ഇങ്ങോട്ട്. അമ്മേ, വിവാഹം നടക്കില്ല അമ്മേ. അവന്റെ ചാട്ടം തുള്ളലൊക്കെ കണ്ട് നീ പേടിക്കൊന്നും വേണ്ട. ഈ ഭവാനിയുടെ ഉള്ളിൽ ശ്വാസം ഉണ്ടെങ്കിൽ ഈ വിവാഹം നടക്കും. നിന്നെ തല്ലാൻ ഓങ്ങിയ കൈകൊണ്ട് അവൻ താരി കെട്ടിയിരിക്കും. അങ്ങനെ അവിടെയുള്ളവരെല്ലാം അകത്തുനിന്ന് എന്തോ ശബ്ദം കേട്ടു. ഇരിക്ക. എല്ലാവരും ചെന്ന് നോക്കിയപ്പോ മരിച്ചു കിടക്കുന്ന അച്ഛനെയും കയ്യിൽ കത്തിയായിട്ട് അമ്മയും കണ്ടു. ഭൂമി പഠിച്ചൊരു പോർഷനുണ്ട്. ഒരു പ്രതിയെ വിലയിരുത്തുമ്പോൾ 3 ചോദ്യങ്ങളുണ്ട്. എന്തൊക്കെയാ? മോട്ടീവ്, എന്തിന് കുറ്റം ചെയ്തു, മീൻസ് അതിനുള്ള കഴിവും ഉപകരണവും ഉണ്ടായിരുന്നു, ഓപ്പർച്യൂണിറ്റി, അവസരം ഉണ്ടായിരുന്നു. അതെ, ഇവിടെ മോട്ടീവ് വ്യക്തമല്ല. കോൺസ്പിറസി ഉണ്ട്, ഗൂഢാലോചന. ഇവിടെ അംബികയാണ് പോലീസിന്റെ സസ്പെക്ട്. ദ ഫസ്റ്റ് സസ്പെക്ട് ഈസ് നോട്ട് ഓൾവേസ് ദ റിയൽ സസ്പെക്ട്. സാഹചര്യ തെളിവുകൾ മാത്രം ഉണ്ടായാലും കുറ്റം തെളിയിക്കാം. പക്ഷേ അവരുടെ ചെയിൻ പൂർണ്ണമായിരിക്കണം. ഇവിടെയാണ് പോലീസിന്റെ അന്വേഷണം നിൽക്കുന്നത്. ഇപ്പോൾ ഈ കേസ് ഞാനൊരു അധ്യാപകനായിട്ടല്ല നോക്കിയത്, ഒരു ക്രിമിനോളജിസ്റ്റിന്റെയും കോടതിയുടെയും കണ്ണിലൂടെയാണ്. സാറിന് എന്ത് തോന്നുന്നു? ഭൂമി പറഞ്ഞതും ഈ ഫയലിലെ വിശദീകരണം വെച്ച് നോക്കുമ്പോൾ അമ്മയെ രക്ഷിക്കാൻ കഴിയില്ല സാർ. നെവർ ജംപ് ടു കൺക്ലൂഷൻ. എവിഡൻസ് സ്വയം സംസാരിക്കില്ല, അതിന് കോടതിയിൽ സംസാരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ്സ് ആണ്. ഒരു തെളിവ് പ്രോസിക്യൂഷന്റെ കയ്യിൽ പ്രതിയെ കുറ്റക്കാരനാക്കും. അതേ തെളിവ് ഒരു ബ്രില്യൻ ഡിഫൻസ് കൗൺസിലിന്റെ കയ്യിൽ കിട്ടിയാൽ നിരപരാധി രക്ഷിക്കുകയും ചെയ്യും. എങ്ങനെയാണ് സർ? നിയമത്തിന്റെ ഒരു വാക്കുണ്ട്, റീസണബിൾ ഡൗട്ട്. പ്രോസിക്യൂഷൻ പറയുന്ന കഥ മാത്രമല്ല സംഭവിക്കാനുള്ള ഏക സാധ്യതയെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ കേസിന്റെ ഗതി മാറും. ഈ കേസിൽ ഞാൻ കാണുന്നത് അംബികയ്ക്കെതിരെയുള്ള തെളിവുകൾ മാത്രമല്ല, ആ തെളിവുകളെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. എന്തൊക്കെയാണ് സർ? എല്ലാം പെട്ടെന്ന് പറഞ്ഞാല് ഞാനൊരു മോശം അധ്യാപകനാവും. ഞാനിപ്പോൾ പറയുന്നത് അഭിപ്രായം മാത്രമാണ്. ആദ്യം പഠിക്കേണ്ടത് സീൻ ഓഫ് ക്രൈം, ഫോറൻസിക് റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, വിറ്റ്നസ് ബിഹേവിയർ, ഇതൊക്കെ ആകട്ടെ. ഞാൻ എല്ലാം കളക്ട് ചെയ്യാം സർ. ഭൂമി, നിരാശപ്പെടരുത്. ഈ കേസ് വാദിക്കാൻ അസാധാരണ കഴിവുള്ള ഒരു ക്രിമിനൽ ലോയർ എന്നെ വേണം. ഈ കേസ് നിയമം ഉപയോഗിച്ച് ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. സ്ട്രാറ്റജി കൊണ്ടാണ് ജയിക്കേണ്ടത്. നീ എൻ്റെ സ്റ്റുഡൻ്റാണ്. എവരി പെർഫെക്റ്റ് കേസ് ഹാസ് ആൻ ഇൻപെർഫെക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ. ആ പൂർണ്ണത കണ്ടെത്തുകയാണ് നമ്മുടെ ജോലി. എല്ലാ റിപ്പോർട്ടുകളും കിട്ടിയിട്ട് എനിക്ക് അയക്കാൻ. ഞാൻ പഠിക്കാം. താങ്ക് യു സർ. ഡോണ്ട് താങ്ക്സ് മീ. ഫൈറ്റ് ദ കേസ്, നോട്ട് യുവർ ഇമോഷൻ. ധൈര്യമായിട്ടിരിക്കുക. അംബികയുടെ കേസ് ആരംഭിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇറങ്ങുകയാണ് സർ. ഇപ്പൊ പുറപ്പെട്ട സന്ധ്യയോടെ എത്താം. പൊയ്ക്കോളൂ. ശരി സർ. ഭൂമി, ഇടയ്ക്കൊക്കെ ഈ വൃദ്ധഗുരുനാഥനെ വന്ന് കാണണം. വരാം സർ. വരാമെന്നല്ല, വന്നല്ലേ പറ്റൂ. ഇതുവരെ സാർ എൻ്റെ ഗുരുനാഥനായിരുന്നു. ഇപ്പൊ എൻ്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴികാട്ടി കൂടിയാണ്. ശരി സർ. കേൾക്കണം. ശരി.
എന്നൊരു കാര്യം ഏൽപ്പിച്ച ഞാനത് ചെയ്തിരിക്കും. വളരെ വിദഗ്ധമായിട്ട് ഞാൻ ഈ കത്ത് സംഘടിപ്പിച്ചത്. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇത് ഞാൻ മുറി പോയിട്ട് വായിച്ചോളാം. മാഡം ഇതൊന്ന് വായിച്ചുറപ്പുവരുത്തിയിരുന്നെങ്കിൽ എനിക്ക് സമാധാനമാവുമായിരുന്നു. കത്തിതല്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് കടക്കായിരുന്നു. മകളെ, ഞാൻ ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം. എന്നിലും വലിയൊരു രഹസ്യമുണ്ട്. അതെന്നെ ഒരു ആൾക്കാരുമാക്കിയ രഹസ്യം. ആ വ്യക്തി എന്റെ പിന്നാലെയുണ്ട്. എന്റെ മരണം ഏതു നിമിഷവും ഉണ്ടാവും. കൊലപാതകമാവും അത്. ആ രഹസ്യം എന്താണെന്നല്ലേ? അത് ഞാൻ കത്തായി എഴുതി ശിവന്റെയും ദാസന്റെയും കയ്യിൽ കൊടുത്തിട്ടുണ്ട്. മോളുടെ കോഫി ഹൗസിൽ സ്ഥിരമായി വരുന്ന ശിവനും ദാസനും. മാഡം, അച്യുതന്റെ കൊലപാതകത്തിന് അച്യുതന്റെ ശിക്ഷാവിധിയായത്. എനിക്കെന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. കമാൽ പൊയ്ക്കോ, ഞാനൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. ഏതെങ്കിലും ദുഷ്ടൻ എന്നെ കെട്ടിക്കൊണ്ടുപോയാലോ? ആ ദുഷ്ടൻ ഞാനായാലോ? എക്സും വയ്യും ഒക്കെ പുറത്ത്. ഇതിന് എനിക്ക് റൈറ്റ്സ് ഉള്ള മുറിയാ. എന്തിനാണെന്നല്ലേ? ആ കത്താണ് അയാളുടെ ലക്ഷ്യം. അയാളെ പറഞ്ഞയച്ച ആള് ഈ കൊലപാതകത്തിന്റെ സൂത്രധാരനാണ്. എന്റെ അച്ഛന്റെ കൊലക്കേസിന് പിന്നാലെയാണ് നമ്മൾ. കണ്ടുപിടിച്ചിരിക്കും.